بسم الله الرحمن الرحيم. ഞാൻ ചെയ്ത തെറ്റുകൊണ്ട് പടച്ചവനെ ഇവരൊക്കെ ദുആഇരിക്കുന്ന ദുആഇന് നീ ഉത്തരം കൊടുക്കാതിരിക്കരുതേ പടച്ചവനെ എന്ന് ദുആ ചെയ്യുന്ന മഹത്തുക്കള് അല്ലാഹുവിനോട് മഗ്ഫിറത്ത് ചോദിക്കേണ്ട ദിനരാത്രങ്ങളാണ് മുഅ്മിനീങ്ങൾ. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയത് റബ്ബേ ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ എന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ കരഞ്ഞു ചോദിക്കേണ്ട സമയമാണിത്. ശുദ്ധമായ അറഫയുടെ നോമ്പ് നമുക്കെടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹജ്ജിന്റെ സമയം രണ്ട് മഹാന്മാരായ പ്രവാചകന്മാർ ഇന്നും ജീവിച്ചിരിപ്പുള്ളവർ, അങ്ങനെയാണ് ഹദീസിൽ കാണുന്നത്. ആ ഹദീസിന്റെ ചില റിവായത്തുകളിൽ ചില ദുഅഫും നകാറത്തൊക്കെ വരുന്ന റിവായത്തുകൾ ഉണ്ടെങ്കിലും അതിന്റെ മഅന വളരെ ഖവിയാണ്, മഅന വളരെ സ്വഹീഹാണ്. രണ്ട് നബിമാർ ജീവിച്ചിരിപ്പുള്ളവരാണെന്നാണ് മഹാന്മാരായ സ്വഹാബികൾ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്. കഴിഞ്ഞ താബിഈയായ ഹസനുൽ ബസ്രി തങ്ങൾ പറയുന്നത്. ഇമാം മുജാഹിദ് എന്നിവരുടെ റിവായത്തൊക്കെ ഉണ്ട്. ഖദർ അലൈഹിസ്സലാമും ഇല്യാസ് അലൈഹിസ്സലാം രണ്ട് നബിമാർ ജീവിച്ചിരിപ്പുള്ളവരാണെന്ന്, മരിച്ചിട്ടില്ല. എവിടെയാ നമുക്കറിയില്ല. മൂസാ നബി കടലിൽ നിന്നാണ് കണ്ടത്, അത് ഖുർആനാ പറഞ്ഞത്. കടലിലെ കാര്യം പോയി താമസിക്കുമോ? ഫത്തഖദ സബീലഹു ഫിൽ ബഹരി അജബാ, കടലിൽ ഒരു ഗുഹ പോലെ അത്ഭുതം കണ്ടു. അവിടെ ചെന്നിട്ട് മൂസാ നബി അങ്ങോട്ട് നടന്നു ചെന്നു. അവിടെ നിന്ന് മജ്മഉൽ ബഹ്റൈൻ, ഇന്നത്തെ ഷർമു ഷെയ്ഖ് എന്ന് പറയുന്ന ഈജിപ്തിന്റെ ഭാഗമാണിത്. അഖബ ഉൾക്കടലും സുയസ് ഉൾക്കടലും ഒരുമിച്ച് ചേരുന്ന മജ്മഉൽ ബഹ്റൈൻ, അവിടെയാണ് മഹാനവറുകൾ ഖിദർ നബിയെ മൂസാ നബി അലൈഹിസ്സലാം കണ്ടത്. ഖിദർ അലൈഹിസ്സലാമും ഇല്യാസ് അലൈഹിസ്സലാമും ഓരോ വർഷത്തെയും ഹജ്ജിന് ഫിൽ മൗസിം, ഹജ്ജിന്റെ സീസണിൽ അവർ ഒരുമിച്ച് കൂടുമെന്നും അവർ ഹജ്ജ് ചെയ്യുമെന്നും അവസാനം ഹജ്ജിന് മോചിതരാവാൻ തലമുണ്ഠനം ചെയ്യുമ്പോൾ ഒരാൾ മറ്റൊരാൾക്ക് തലമുണ്ഠനം ചെയ്തു കൊടുക്കും. ഇല്യാസ് നബിയുടേത് ഖിദർ നബിയും, ഖിദർ നബിയുടേത് ഇല്യാസ് നബിയും തലമുണ്ഠനം ചെയ്യുമെന്നും അവസാനം രണ്ടുപേരും പിരിയുമ്പോൾ ഒരു ദിക്ർ ചൊല്ലിയിട്ടാണ് പിരിയാറുള്ളത്. ആ ദിക്റാണ് ഞാൻ തുടക്കത്തിൽ അവിടെ ഇങ്ങനെ തീപ്പൊരി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത്. ആ ദിക്റിനെ സംബന്ധിച്ചാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അത് രാവിലെ വൈകുന്നേരവും 3 തവണ ചൊല്ലുമ്പോൾ അല്ലാഹു പിശാചിൽ നിന്ന്, വിഷമുള്ള ജീവികളിൽ നിന്ന്, തീപിടുത്തത്തിൽ നിന്ന്, മുങ്ങിമരിക്കുന്ന അസുഖങ്ങളിൽ നിന്ന് ഒക്കെ അല്ലാഹു, മുങ്ങിമരിക്കുന്ന അപകടങ്ങളിൽ നിന്ന് അല്ലാഹു കാക്കുമെന്ന് മഹാന്മാരായ സ്വഹാബിമാർ സംബന്ധിച്ച ഒരു ദുആയാണ്. ആ ദുആ ചൊല്ലിയിട്ടാണ് ഖിദർ നബിയും ഇല്യാസ് നബി അലൈഹിസ്സലാമും അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത്. അതിങ്ങനെയാണ്: ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ യഖൂദുൽ ഖൈറ ഇല്ലല്ലാഹ് മാഷാ അല്ലാഹു ലാ യദ്ഫഉ ശർറ ഇല്ലല്ലാഹ് മാഷാ അല്ലാഹു മാ കാന മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ് മാഷാ അല്ലാഹു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് പറഞ്ഞുകൊണ്ടവർ അടുത്തൊരു വർഷത്തേക്ക് പിരിയുകയാണ്. ഖിദർ നബിയെ ജീവിതത്തിൽ കണ്ട ഒരുപാട് ആളുകൾ, മഹാന്മാർ കിതാബിലൊക്കെ കാണാറുണ്ട്, അനുഭവങ്ങൾ പറയുന്ന ആളുകളുണ്ട്. ദാലിക ഫദ്ലുല്ലാഹ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുക്കുന്നതിന്റെ തലേ ദിവസം, ഖിലാഫത്ത് ഏറ്റെടുക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം, അദ്ദേഹം ചെറുപ്പക്കാരനായിരുന്നു, 34-ാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത്. 2.5 കൊല്ലം ഭരണം നടത്തിയത്. മഹാന്റെ ഖിലാഫത്തിന്റെ തലേന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവരുടെ സഹയാത്രികനായ റയാഹ് ഇബ്നു ഉബൈദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, ഞാൻ പള്ളിയിലേക്ക് ഇങ്ങനെ പോകുമ്പോ രാജകുമാരനായ, അന്ന് അമീറാൻ രാജകുമാരനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവര്, അവരുടെ കൈപിടിച്ച് ഒരു വൃദ്ധനായ മനുഷ്യൻ ഇങ്ങനെ വഴിയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഫഅൻകർതുഹു അലൈഹി, എന്താ ഈ വയസ്സനായ മനുഷ്യൻ, ഈ പ്രായമുള്ള മനുഷ്യൻ എന്തിനായി രാജകുമാരന്റെ കൈ പിടിക്കണം? അയാൾക്ക് വേറെ എവിടെയും പള്ളി പോയി ഇരുന്നാ പോരെ? രാജകുമാരന്റെ കൈ പിടിക്കുമ്പോൾ പൈസ ഉപയോഗിക്കാനോ ദുന്യാവ് വാങ്ങിക്കാനോ ആയിരിക്കുമല്ലോ വന്നിട്ടുണ്ടാവുക. ഈ പ്രായമുള്ള മനുഷ്യൻ അതിനൊക്കെ പോവണോ എന്നൊക്കെ എന്റെ മനസ്സിലുണ്ടായി എന്ന് പറഞ്ഞു മഹാനായ റയാഹ് ഇബ്നു ഉബൈദ് റഹ്മത്തുള്ളാഹി അലൈഹി. ഒരു മനുഷ്യൻ കൈപിടിച്ചെങ്ങനെ നിന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവരുടെ. നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ ഞാൻ ചോദിച്ചു, അല്ല അമീർ, ആരായിരുന്നു ആ വൃദ്ധൻ? അയാൾ എന്താ നിങ്ങളോട് ചോദിച്ചത് എന്ന് ചോദിച്ചു. റയാഹ്, അറഅയ്ത, നിങ്ങൾ അയാളെ കണ്ടോ? ഞാൻ കണ്ടു. അൻത മിനസ് സ്വാലിഹീൻ, നിങ്ങൾ കണ്ടല്ലേ? കണ്ടാൽ നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്നതിന്റെ അടയാളമാണ്. അതാരാ നിങ്ങൾക്കറിയോ? ഇല്ല. ദാക അഖി അൽ ഖദിർ അലൈഹിസ്സലാം, അത് ഖിദർ നബിയായിരുന്നു. എന്നോട് പറഞ്ഞു,
അന്നി സഅലി അംറ ഹാദിഹിൽ ഉമ്മ ഫസഅഅദിലു ഫീഹാ, ഞാൻ ഈ ഉമ്മത്തിന്റെ ഖിലാഫത്ത് ഏറ്റെടുക്കുമെന്നും ആ ഖിലാഫത്തിൽ ഞാൻ നീതിപൂർവം ഭരണം നടത്തുമെന്നും എന്നോട് അദ്ദേഹം പറഞ്ഞു. പിറ്റേന്ന ഖിലാഫത്ത് നൽകപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കണ പോലെ നേരത്തെ അറിയൊന്നുമില്ല ഈ സംഗതി, അത് അപ്പോഴേ അറിയുള്ളൂ. ഈ സംഭവം നടക്കുമ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർക്ക് ഖലീഫയാകുമെന്ന ഒരു ധാരണയുമില്ല. തൊട്ട് പിറ്റേന്നാണ് മഹാനവറുൽ ഖലീഫയാകുന്നത്. അത് തലേന്ന് ആര് പറഞ്ഞു കൊടുത്തു? മഹാനായ നബിയുല്ലാഹി ഖദർ അലൈഹിസ്സലാം പറഞ്ഞു. നിങ്ങൾ കാണാതെയാവും, അങ്ങനെ ഉണ്ടാവുക. അപ്പോ മഹാൻ പറഞ്ഞു, ഖദർ നബി നീ കണ്ടല്ലേ, കണ്ടാൽ നിങ്ങളൊരു മഹാനാണ്. അപ്പൊ മഹാന്മാർക്ക് ഇത് കാണാൻ പറ്റൂ എന്നതിനർത്ഥം. അങ്ങനെ സ്വാലിഹീങ്ങളുടെ ഒരു സുംറത്തിലേക്ക് എത്തുമ്പോൾ ഇങ്ങനത്തെ ചില അത്ഭുതങ്ങൾ ജീവിതത്തിൽ കാണാനുണ്ട്. ഇതൊക്കെ സംഭവ്യമാണ്. സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ചരിത്രം ശരിക്കും മനസ്സിലാക്കിയാൽ ഏത് ഖൗമുപ്പെട്ട മുസ്ലിം ആണെങ്കിലും എന്ത് ചെയ്യർക്ക് മനസ്സിലാവുന്നത്. മുസ്ലിമീങ്ങൾ തന്നെ പല അഭിപ്രായക്കാരുണ്ടല്ലോ, ഇതൊക്കെ നടക്കൂല്ലേ? അൽ കഹ്ഫിൽ എന്തിന് ഖദർ നബിയുടെ ചരിത്രം അല്ലാഹ് പറഞ്ഞു എന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. എന്താണ് അവിടെ പറഞ്ഞ ചരിത്രമെന്ന് നോക്കണം. അതാണ് ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം. അവർ മൗസുമുൽ ഹജ്ജിലുണ്ട്. ഹാജിമാരിൽ അള്ളാഹു തൗഫീഖ് ചെയ്യുന്നവർക്ക് അവരെ കാണാൻ അവസരം ഉണ്ടാകും. ഹജ്ജ് പുണ്യനിബിധങ്ങൾ നടന്നു വന്ന ഇടമാണ്, അമ്പിയാക്കന്മാർ നടന്നു വന്ന ഇടമാണത്, അള്ളാഹുവിന്റെ ഹറമാണത്. പുണ്യനബിയുണ്ട് മദീനയിൽ, ഹബീബിനെ കാണാതെ തിരിച്ചു പോരരുത്. മക്കയുടെ പുണ്യവും ഈ ചരിത്രങ്ങളും സംഭവങ്ങളും ഒക്കെ ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് നമ്മളെ പഠിപ്പിച്ചത് ആരാ? അഷ്റഫുൽ ഖൽഖാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ കാണാതെ പോകരുതേ എന്ന് നബി ഞങ്ങൾ പറയുമായിരുന്നു. നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് എത്തിച്ചു തരുന്ന മലക്കുകളുണ്ട്. അപ്പൊ ഹബീബിന്റെ മുമ്പിൽ ചെന്ന് ചെയ്യുന്ന സ്വലാത്തിന്റെ പുണ്യം എത്രയാണ്! അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഖൈറ ഖൽഖില്ലാഹ്. അവിടേക്ക് എത്തുമ്പോൾ നല്ല തിരക്കാവും. പോലീസുകാർ വേഗം പോയിക്കോളി എന്ന് പറഞ്ഞു ആട്ടിവിടും. ഒരു സെക്കൻഡോ, അര സെക്കൻഡോ, 2 സെക്കൻഡോ, 3 സെക്കൻഡോ ഒക്കെ നമുക്കവിടെ കിട്ടുള്ളൂ. അത് മതി. അതൊരു ഭാഗ്യമാണ്, അതൊരു സൗഭാഗ്യമാണ്. ഹബീബിലേക്ക് തിരിഞ്ഞ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് ഒരു ഉമ്മത്തിക്ക് പറയാൻ അവസരമുണ്ടാകുന്നത് അള്ളാഹു ചെയ്യുന്ന വലിയൊരു സൗഭാഗ്യമാണ്. മനസ്സിൽ നിയ്യത്ത് വേണം, ഹബീബിന്റെ അരികത്തേക്ക് എത്തണമെന്ന് കൊതി വേണം, സ്നേഹം വേണം. ആ നബിയാണ് ഹജ്ജിന്റെയും ഉംറയുടെയും മസ്ജിദുൽ ഹറാമിന്റെയും പുണ്യം പഠിപ്പിച്ചു തന്നത്. മക്കയിൽ ഒരു നിസ്കാരത്തിന് 1,00,000 കൂലിയാണ്. മദീനയിൽ 1000 ഉള്ളൂ. ഞാൻ മദീനത്ത് പോണില്ലേ, നേരെ പിന്നെ ജിദ്ദെന്ന് നാട്ടിലേക്ക് പോവാ. എന്ത് ജാഹിലാണ് നിങ്ങൾ! ആ 1,00,000 ഉണ്ടെന്ന് ആര് പറഞ്ഞു? അത് ഈ മദീനയിൽ കിടക്കുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനോട് പോയി സലാം പറയേണ്ടത് ഒരു നന്ദിയല്ലേ? നീ മക്കത്ത് വരെ വന്നില്ലേ, അതിനാരാ കാരണക്കാര്? അഷ്റഫുൽ ഖൽഖല്ലേ മക്കയെ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനെ കാണാതെ പോരരുത്. അള്ളാഹു നമുക്ക് ജീവിതത്തിൽ ഒരുപാട് തവണ ഹജ്ജും ഉംറയും ചെയ്യണം. മുഅ്മിനീങ്ങളെ ഈ വാഹനമൊക്കെ സർവീസ് നിർത്തുന്ന പോലെ ഇടയ്ക്ക് നമ്മുടെ ഈമാൻ ഒന്ന് സർവീസ് ചെയ്യണമെങ്കിൽ ഒന്ന് ഉംറ ചെയ്യണം, ഹജ്ജ് ചെയ്യണം, റൗളയിലെത്തണം, അവിടെ ചെന്നൊന്ന് കരയണം, നമ്മുടെ ഖൽബിനെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇടക്കിടക്ക് താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജിന്റെയും ഉംറയുടെയും ഇടയിൽ നിങ്ങൾ തുടരെ ഹജ്ജും ഉംറയും ചെയ്യണം. യൻഫിൽ ഫഖറ, ദാരിദ്ര്യം നിങ്ങൾക്ക് ഇല്ലാതെയാക്കുമെന്ന് ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ജുമുഅതു ഇലൽ ജുമുഅ വറമദാനു ഇലാ റമദാൻ, ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ. വൽ ഉംറതു ഇലൽ ഉംറ, ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെ. കഫാറത്തുൽ ലിമാ ബൈനഹുമാ ഇദാ ജുനിബത്തിൽ കബായിർ, വൻദോഷങ്ങൾ ചെയ്തില്ലെങ്കിൽ ചെറുദോഷങ്ങളൊക്കെ പൊറുപ്പിക്കപ്പെടുന്ന അമലുകളാണത്. അതുകൊണ്ട് ജീവിതത്തിന്റെ വലിയൊരു ആഗ്രഹം വിശുദ്ധ ഹറമിലെത്തണം. അള്ളാഹു ഇത്രമേൽ ബഹുമാനിച്ച ഒരു നാട്ടിലേക്ക് നമുക്കും ഹജ്ജിന് പോകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഖൽബ് കൊണ്ടൊന്ന് ആഗ്രഹിക്കാൻ അള്ളാഹു ഇത് സാധ്യമാക്കി തരും. ഹജ്ജ് ഒരു സ്വപ്നമാണ്, നമ്മുടെ ഒരു ആഗ്രഹമാണ്, നമ്മുടെ ഒരു അഭിലാഷമാണ്. അള്ളാഹു നമ്മയൊക്കെ അവിടേക്ക് എത്താൻ തൗഫീഖ് ചെയ്യട്ടെ. അവിടേക്ക് എത്തിയവർക്ക് ആ കർമ്മം പൂർണ്ണമായി നിർവഹിച്ച് തിരിച്ചു വരാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഹമ്മദ് ഇബ്നു സീരീൻ, മഹാനായ മുഹമ്മദ് ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി, റഈസുൽ മുഅബ്ബിരീൻ, സ്വപ്ന വ്യാഖ്യാതാക്കളുടെ നേതാവ്, ഹറമിലിരിക്കുമ്പോൾ ഒരു മനുഷ്യനെ പരിചയപ്പെടുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, മുഹമ്മദ് ഇബ്നു സീരീൻ തങ്ങളോട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരുപാട് ദൂരത്ത് നിന്ന് വരികയാണ്. മുഹമ്മദ് ഇബ്നു സീരീൻ തങ്ങൾ പറഞ്ഞു, ഒരുപാട് ദൂരം നിന്ന് വരികയെന്ന് പറഞ്ഞു. അപ്പോ എന്നാലും എവിടെ നിന്നാ സ്ഥലം പറഞ്ഞിരുന്നു പറഞ്ഞു. ഞാൻ 1 മാസം എടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് എത്താൻ.
അല്ലാ നിങ്ങളൊക്കെ ഹറമിന്റെ അയൽവാസിയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചാലോട് നിങ്ങൾ എവിടെ നിന്നാ വരുന്നത്? ഞാൻ 5 കൊല്ലമായി പുറപ്പെട്ടിട്ട് ഇപ്പൊ എത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. മുഹമ്മദ് ഇബ്നു സീരീൻ എന്ന ഇറാഖിൽ നിന്നാ വന്നത്. ഈ ചോദിച്ചാൽ വന്നത് മാവറ അന്നഹർ, റഷ്യയുടെ അങ്ങേയറ്റത്ത് നിന്ന്. മാവറ അന്നഹർ എന്ന് പറഞ്ഞാൽ റഷ്യയുടെ ഭാഗമാണ്. തജിക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ ആ ഭാഗങ്ങളാണ് മാവറ അന്നഹർ. ജയ്ഹൂൻ, സൈഹൂൻ നദികളുടെ അപ്പുറത്തുള്ള നാടുകൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ അന്നൊക്കെ അങ്ങനെ ഹജ്ജിന് പുറപ്പെട്ടാൽ പൈസ ഉണ്ടാവില്ല, അപ്പൊ അവിടെ നിൽക്കും. 5 കൊല്ലം തുടർന്ന് നടന്നു വന്നു എന്നല്ല അതിനർത്ഥം. അവർ വരും, പൈസ തീരും, അപ്പൊ ആ നാട്ടിലെ കുറച്ച് കൂലിപ്പണിയെടുക്കും, കുറച്ച് പൈസ ഉണ്ടാക്കും, അടുത്ത നാട് വരെ യാത്ര ചെയ്യും, അവിടുന്ന് കുറച്ച് ജോലി ചെയ്യും, എന്നിട്ട് നീങ്ങും. അങ്ങനെ 5 വർഷം എടുത്ത് ഹജ്ജിന് വന്ന ആളുകൾ. സുബ്ഹാനല്ലാഹ്. ഹജ്ജിന് നടന്നു പോകുക എന്ന് പറഞ്ഞത് മഹാന്മാർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹജ്ജിന് നടന്നു പോയ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. നമ്മളെ ചേറ്റൂർ ഷിഹാബ് മാത്രമല്ല, അദ്ദേഹം അത് ചെയ്തത് വലിയൊരു ത്യാഗമാണ്. ഹറമിലെത്തി, മദീനയിലെത്തിയപ്പോൾ എനിക്ക് വിളിച്ചിരുന്നു. എൻ്റെ സുഹൃത്തുണ്ട് തലാൽ എന്ന് പറഞ്ഞൊരു അറബിയുണ്ട്, മദീനക്കാരനായ എൻ്റെ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. വിളിച്ച് സംസാരിച്ചു. മക്കയിലേക്ക് പോകുമ്പോഴും വിളിച്ചു. ഇപ്പം പറഞ്ഞു, വളരെ ഹലാലായ പൈസ കൊണ്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ഹജ്ജ് ചെയ്യുന്നത്, യൂട്യൂബിൻ്റെ പൈസ ഒന്നും ഞാൻ ഇതിനെടുത്തിട്ടില്ല, ഞാൻ വളരെ ഹലാലായ പൈസ കൊണ്ട് മാത്രമാണ് ഇത് ചെയ്തത്. പിന്നെ നമ്മളെല്ലാ ആൾക്കാരോട് വിളിച്ചു പറയണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം ഒരുപാട് ത്യാഗം ചെയ്തിട്ടാണ് എത്തിയത്. അതിന് കുഴപ്പമൊന്നുമില്ല. വാഹനമുണ്ടായിരിക്കെ വാഹനത്തെ ബാക്കിൽ നിർത്തിയിട്ട് യാത്ര ചെയ്തു വന്ന സ്വഹാബിമാരുണ്ട്. നടന്നു വന്ന് ഹജ്ജ് ചെയ്ത സ്വഹാബിമാരുണ്ട്, താബിഈങ്ങളുണ്ട്. 40 ഹജ്ജ് ചെയ്ത ഒരു മഹാനുണ്ട്, സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി. നടന്നിട്ടാണ് വന്നത് മദീനയിൽ നിന്ന്. വാഹനം ഉണ്ടായിരുന്നു, ബാക്കിൽ ലഗേജൊക്കെ ആയിട്ട് ആളുകൾ വരും, വാഹനം ഇവർ നടന്നിട്ടാണ് പോകുന്നത്. അതിനൊന്നും കുഴപ്പമില്ല.